ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പെട്ടിരിക്കുകയാണ് കേട്ടോ. നവീൻ ദാസും ആൻ്റണിയും കൂടെ ചേർന്നിട്ട് നമ്മുടെ ശ്രുതിക്കിട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ രേവതിനെ ഒരുപാട് കരയിപ്പിച്ചതാണല്ലോ. അപ്പം എന്താണെങ്കിലും ശ്രുതിക്കൊരു തിരിച്ചടി കിട്ടാതിരിക്കില്ല. അങ്ങനെ ശ്രുതിയാണെങ്കിൽ നവീൻ ദാസിനെ അടിക്കാനായിട്ട് ആൻ്റണീനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആൻ്റണി ആണെങ്കിൽ നവീൻ ദാസിനെ തല്ലി ശരിയാക്കി. നവീൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നവീൻ ദാസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറഞ്ഞൊക്കെ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയാന്ന് ചോദിക്കുന്ന സമയത്ത് ആൻ്റണി പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചത്. എന്നാൽ ഇത്രയും ആരോഗ്യമില്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ലല്ലോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയ പോലീസുകാർ പിന്നെ എന്നെ പിടിക്കും. പിന്നെ ഞാൻ അവസാനം കോടതിയായി കേസായി നിന്റെ പേര് പറയേണ്ടി വരുമെന്ന് പറയാം. ഈ സമയം മീരയ്ക്കും ശ്രുതിക്കും വല്ലാതെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കാരണം നവീൻ ദാസ് ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് ആൻ്റണി ആണെങ്കിൽ പറഞ്ഞ് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരു വൈദ്യനുണ്ട്, ഡോക്ടറുണ്ട്, അയാളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചോളാം. എന്നാൽ അതിന് കുറച്ചധികം പൈസ ചിലവാകും. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ ഇപ്പോൾ അർജൻറ്റായിട്ട് വേണമെന്ന് പറയാം. അങ്ങനെ ശ്രുതി എൻ്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം ശ്രുതിക്ക് മറ്റൊരു വഴിയില്ലാതെ അത് ശരി, ഞാൻ പൈസ തരാമെന്ന് സമ്മതിക്കേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും മീരയും ആൻ്റണിയുടെ അടുത്ത് നിന്ന് തിരിച്ചു പോരുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോന്നു കഴിയുമ്പോഴാണ് നവീൻ ദാസ് എല്ലാം കുടഞ്ഞു മാറ്റിയിട്ടൊക്കെ എഴുന്നേറ്റ് വരുന്നത്. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് നവീൻ ദാസും ആൻ്റണിയും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്ലാനാണെന്ന്. അങ്ങനെ രണ്ടുപേരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. അങ്ങനെ ആ കാര്യത്തിൽ നമ്മുടെ ശ്രുതിയെ പൂട്ടാൻ വേണ്ടിയിട്ടും ശ്രുതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടുപേരും കൂടി ഒന്നിക്കുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ശ്രുതി അറിയുന്നില്ല. കാരണം നവീൻ ദാസ് ഉടനെ തന്നെ മരണപ്പെടും. അതിന് നല്ലൊരു ചികിത്സ കൊടുക്കണം, അതിന് ക്യാഷ് വേണമല്ലോ എന്നോർത്ത് ടെൻഷനിലാണ് കേട്ടോ ശ്രുതി നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി ഷോപ്പിലിരിക്കുന്ന സമയത്ത് ആൻ്റണിയുടെ കോള് വരുന്നുണ്ട് കേട്ടോ. ശ്രുതി പെട്ടെന്ന് തന്നെ മാറിപ്പോയി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഈ സമയം ആൻ്റണി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, പൈസയായോ എന്നേ? അതെ, എനിക്ക് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ കൊണ്ട് തന്നേനേല്ലോ. പിന്നെന്തിനാ നീ എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ആൻ്റണി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നീ കളിക്കുവാണോ? ഇനി പണം കൊണ്ടുവരാതിരിക്കാനെങ്ങാണോണ് നിന്റെ ഐഡിയ എങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ നവീൻ ദാസിന്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. അവന് ഇന്നോ നാളെയൊന്നും പറഞ്ഞ് ഇവിടെ കിടക്കുന്നു. കറക്റ്റ് സമയത്ത് ചികിത്സ കിട്ടിയില്ലെങ്കിൽ അവൻ ഡെഡ് ബോഡിയാവും. പിന്നെ ഞാനെന്താ ചെയ്യുന്ന പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആ ഡെഡ് ബോഡിയും കൊണ്ട് നേരെ നിന്റെ വീട്ടുവാതിൽക്കൽ കൊണ്ടിട്ടിട്ടേ ഞാൻ നൈസായിട്ട് മുങ്ങും. പിന്നെ എന്താ, കാര്യങ്ങൾ മുഴുവൻ നിന്റെ തലയിലാവുമെന്ന് പറയാണേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ആൻ്റണി, ഞാൻ പൈസയ്ക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? എന്തായാലും ഞാൻ പണവുമായിട്ട് ഉടനെ തന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ആൻ്റണീനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആൻ്റണി ഫോൺ വെച്ചതിന് ശേഷം ശ്രുതി ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ഇനി എവിടെ നിന്നാണ് പൈസ ഒപ്പിക്കാന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഇനി ശ്രുതിയുടെ അക്കൗണ്ടിൽ ക്യാഷ് ഒന്നുമില്ല. ഷോപ്പിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ബിസിനസ് എല്ലാം മൊത്തം കുറവായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ശ്രുതിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് കേട്ടോ. നമ്മുടെ ചന്ദ്രമതിയാണ് മുമ്പൊരിക്കൽ നമ്മുടെ ഭാമയുടെ കയ്യിൽ ഒരു 3-4 ലക്ഷം രൂപ സൂക്ഷിച്ചു വെക്കാനായിട്ട് കൊടുത്തു വിടുന്നുണ്ട്. കാരണം ചന്ദ്രമതിയുടെ ഒരു നീക്കിയിരിപ്പാണ് കേട്ടോ. അങ്ങനെ അത് ഇവിടെ ഇരുന്ന എല്ലാവരും അറിയുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കോളാം ചന്ദ്രൻ, ഇത് നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോന്നും പറഞ്ഞ് ചന്ദ്രമതി ഭാമിയുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. ഇത് നമ്മുടെ ശ്രുതി കാണുന്നുണ്ട് കേട്ടോ, മറിഞ്ഞു നിന്നിട്ട് കാണുന്നുണ്ട്. എന്നാൽ ആ സമയം അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലെങ്കിലും ശ്രുതിക്ക് ഇപ്പോൾ ആ കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ രേവതിയും സച്ചിയും ആ വീട്ടിൽ നിന്ന് പോവാതെ തിരിച്ച് വീട്ടിലേക്ക് വരില്ലെന്നും പറഞ്ഞിട്ട് രവിയോട് പിണങ്ങി നമ്മുടെ ഭാമിയുടെ വീട്ടിൽ പോയിരിക്കുകയാണല്ലോ. അങ്ങനെ ഭാമിയുടെ വീട്ടിൽ ഡാൻസ് ക്ലാസ്സിൽ 1-2 കുട്ടികളും വന്നു തുടങ്ങി കേട്ടോ.
അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, ആൻറ്റി എന്തായാലും ഞാൻ ആൻറ്റിയെ കാണാൻ വേണ്ടി വന്ന. എന്താ ശ്രുതി, എന്താ വിശേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ആൻറ്റി, ആൻറ്റി എന്തായാലും നല്ല മിടുക്കിയാണ്, അതുകൊണ്ടാണല്ലോ ആ ശരത്തിൻ്റെ കേസ് വെച്ചിട്ട് ആൻറ്റിക്ക് ഇത്രയും പൈസ നമുക്ക് മേടിച്ചെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ ആൻറ്റി ഒരു വിശേഷം അറിയോ, ഞാൻ ഇന്നൊരു ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അങ്ങനെ ഇരിക്കെ ഞാൻ ആൻറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ ഫോണിൽ ആൻറ്റിയുടെ ഫോട്ടോ അവർ കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി എന്ന് പറയുകയാണ്. അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, അവരെൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്താ ചോദിച്ചത്? അല്ല, ആൻറ്റിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഡാൻസർ ആണല്ലോ എന്ന് അവർ ചോദിച്ചു എന്ന് പറയണേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടില്ലേ ഭാമേ, എൻ്റെ മുഖത്ത് തന്നെ ഒരു ഡാൻസുകാരിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നേ. എന്നിട്ട് അവർ ബാക്കി എന്ത് പറഞ്ഞു ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ ആൻറ്റിയെക്കുറിച്ച് നന്നായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൻറ്റി ഭരതനാട്യത്തിലൊക്കെ നല്ല ബിരുദമൊക്കെ നേടിയിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിനെ നന്നായിട്ട് അങ്ങ് സോപ്പിടുന്നുണ്ട്. പിന്നീടായിട്ട് ശ്രുതിയാണെങ്കിൽ ബാഗിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഏതോ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എന്നാൽ ആ ക്ലയൻസ് വാങ്ങി തന്നതാണ്, പ്രത്യേകിച്ച് ആൻറ്റിക്ക് കൊടുക്കണമെന്നും പറഞ്ഞ് തന്നു വിട്ടതാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിക്കും ഭാമയ്ക്കും കൂടി ആ സ്നാക്സ് ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ശ്രുതി അവർക്ക് വിളമ്പി അവരെ കഴിപ്പിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ഫോണ് റിങ് ചെയ്യുന്നത് പോലെ ശ്രുതി കോൾ എടുക്കുകയാണ് കേട്ടോ. അയ്യോ റേഞ്ച് കിട്ടുന്നില്ലല്ലോ, ഏതോ അർജന്റ് ക്ലയന്റ് ആണെന്നും പറഞ്ഞിട്ട് ശ്രുതി പതുക്കെ ഭാമയുടെ റൂമിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. അങ്ങനെ നമ്മുടെ ഭാമയാണെങ്കിൽ ചന്ദ്രമതിയുടെ ക്യാഷ് വെച്ചിട്ടുണ്ടല്ലോ ആ റൂമിലേക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഹലോ ഹലോ വെച്ചിട്ട് റേഞ്ച് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ശ്രുതി ആ റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ ശ്രുതിയുടെ ആ പുകഴ്ത്തലിൽ അങ്ങ് വീണിരിക്കുകയാണ്. ഭാമയും ചന്ദ്രമതിയും കൂടെ ആ ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, നോക്കൂ ഭാമേ, കണ്ടില്ലേ, ഇതാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും രവിയേട്ടൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളും തമ്മിലുള്ള വ്യത്യാസം. ദേ ശ്രുതി കണ്ടില്ലേ, വലിയ വലിയ ആളുകളും ഒക്കെ ആയിട്ടാണ് ശ്രുതിക്ക് ബന്ധം. ഇപ്പോൾ എന്നെക്കുറിച്ച് കണ്ടില്ലേ, എല്ലാവരോടും നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഇത്രയും നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കൊണ്ട് തന്നോന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ അത്രയ്ക്കങ്ങ് വേണോ? എന്തായാലും രേവതിയാണെങ്കിൽ നിനക്ക് എപ്പോഴും നീ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതെ നിന്ന് കേൾക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഭക്ഷണം വെച്ച് വിളമ്പുന്നതും രേവതിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, ഭാമേ നിനക്ക് ഇതുവരെ ആ പൂ കിട്ടുന്നവളെ മനസ്സിലാകാഞ്ഞിട്ടാ. അവളെ എല്ലാവരെയും സോപ്പിടാൻ വേണ്ടിയിട്ടാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രുതിയും വർഷയൊക്കെ അതുപോലെയാണോ? അവളെ പോലെ അടുക്കളയിൽ കിടന്ന് ജീവിതം കളയാനുള്ളവരല്ലല്ലോ അവര്. അവരുടെ വീട്ടുകാര് കോടികളാ സമ്പാദിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ അവക്കാണെങ്കിൽ ഒരു കള്ളൻ അനിയനും ഒരു കള്ളത്തരം നിറഞ്ഞ കുടുംബവും പിച്ചക്കാർ കുടുംബവും അല്ലാതെ മറ്റെന്താ ഉള്ളതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേബാമേ അവളാണെങ്കിലേ എന്നെ കുറിച്ച് അവിടെ പൂ കെട്ടുന്നവരോടും കൂട്ടുകാരോടും ഒക്കെ പോയിട്ട് കുറ്റം തന്നെയാ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം എന്നെ കാണുമ്പോൾ എന്തോ വലിയ സംഭവം കാണുന്ന ദേഷ്യത്തിലാണ് എന്നെ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെയും കിട്ടിയ അവസരത്തിൽ നല്ല കുറ്റം പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രുതിയാണെങ്കിൽ റൂമിൽ കയറിയിട്ട് ആ ക്യാഷ് എടുത്ത് പതുക്കെ നമ്മുടെ ശ്രുതിയുടെ ബാഗിലാക്കിയിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി വെള്ളം എടുക്കണോ, ഞാൻ എന്നാ കോഫി ഇടട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണ്ട ശ്രുതി, ഞങ്ങൾ പിന്നെ കഴിച്ചിട്ട് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമിയും ചന്ദ്രമതി ഇങ്ങനെ വർത്തമാനം പറയുക കേട്ടോ. ഈ സമയം അവർക്ക് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം തന്നെ എത്തിക്കോളാം, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ആ കവറിനകത്ത് നല്ല ബദാമിൻ്റെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടെന്നേ. അങ്ങനെ ആ ശ്രുതി ഞങ്ങൾ അതൊക്കെ എടുത്ത് കഴിച്ചോളാം, ഇതൊക്കെ എന്ത് ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ ബാമേ ആ രേവതി ഉണ്ടാക്കിയ ആ ഭക്ഷണം കഴിച്ച് നാക്കിൻ്റെ ടേസ്റ്റ് എല്ലാം പോയിരിക്കുമായിരുന്നു. എന്തായാലും ഇത് നന്നായിട്ടുണ്ടെന്നേ. അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ രേവതി നന്നായിട്ടല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്? അതെ നന്നായിട്ടാണ്, എന്നാലും അവക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ.
എന്തായാലും ശ്രുതിയാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതെല്ലാം കൊണ്ടു തരുന്നുണ്ടല്ലോ, ഇതാണ് എൻ്റെ മരുമകളെന്ന് പറയാനേ. അപ്പോഴേക്ക് ഭാമയും പറയുന്നുണ്ട്, അല്ലെങ്കിലും ചന്ദ്രയുടെ ഇഷ്ടപ്പെട്ട മരുമകള് ഇവളാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അങ്ങ് ഇങ്ങനെ വല്ലാതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം രണ്ടുപേരും നന്നായിട്ട് സുഖിച്ചിട്ടുണ്ടെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ അതെ, എന്തായാലും ഒരുത്തിയുള്ളത് എനിക്ക് മരുമകളെന്ന് പോലും മറ്റുള്ളവരോട് പറയാൻ നാണക്കേടാ. പിന്നെ ഒരുത്തിയാണെങ്കിൽ പണത്തിൻ്റെ പുറത്ത് അവളാണെങ്കിൽ എന്നോട് മൈൻഡ് പോലും ചെയ്യാറില്ല. എന്നാൽ ശ്രുതിയാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനെല്ലാം ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് നിൽക്കുന്നത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ ശ്രുതിയാണെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയും പറയുന്നുണ്ട്. ഭാമയപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി നീ രക്ഷപ്പെട്ടു, ചന്ദ്രയുടെ കയ്യിൽ നിന്ന് നല്ല മരുമകളെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ശ്രുതി, നീ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വന്നതല്ലേ, നീയും കൂടി കുറച്ച് കഴിക്കുന്നും പറഞ്ഞ് ആ സ്വീറ്റ്സ് ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി വേണ്ട ആൻറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി നിർബന്ധിപ്പിച്ച് അത് കഴിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട് അടിക്കുമല്ലോ. എന്നാൽ അവരുടെ കൂടെ തന്നെ പതുക്കെ ചന്ദ്രമതിയുടെ കൂടെ തന്നെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുക കേട്ടോ. പിന്നീടായിട്ട് ശ്രുതിയാണെങ്കിൽ ആ പണമായിട്ട് പെട്ടെന്ന് തന്നെ ആൻ്റണിയുടെ അടുത്ത് എത്തണമല്ലോ. അങ്ങനെ മീരയും കൂട്ടിയിട്ട് ആൻ്റണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി കൊണ്ടുപോയി പൈസ ആൻ്റണിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ നവീനെ ചികിത്സിപ്പിച്ച് എനിക്ക് യാതൊരു ശല്യവും ഇല്ലാതെ ആക്കി തരണമെന്ന് പറയാനേ. അപ്പോഴേക്കും ആൻ്റണി ആണെങ്കിൽ കുറച്ച് ലഡുവൊക്കെ എടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മീര ചോദിക്കുന്നുണ്ട്, ഇതെന്താ? അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്കും ഒരു സന്തോഷത്തിനാ എടുത്തോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായാലും ആ നവീൻ ദാസിനെ ഞാൻ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ അയക്കും. ഇനി ഉടനെ എങ്ങും ശ്രുതിക്ക് യാതൊരുവിധ ശല്യമായിട്ട് അവൻ എത്തിയില്ല, അവന് ഈ നാട്ടിലേക്ക് എങ്ങും വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ആൻ്റണി ആ ഒരു ഉറപ്പ് എനിക്ക് തരണം, അവൻ ഈ നാട്ടിലെത്തിയാൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയുക. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എന്തായാലും ആ നവീൻ ദാസ് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ചുമ്മാതൊന്നുമല്ലോ, നിന്നെക്കുറിച്ച് കുറേ രഹസ്യങ്ങളൊക്കെ അവൻ അറിയാവല്ലോ. എന്തായാലും ശ്രുതി, പണത്തിനേക്കാളും വലുത് നിന്റെ ആ വലിയ സത്യങ്ങളല്ലേ. എന്തായാലും അത് നിന്റെ ജീവിതം തന്നെ നിയന്ത്രിക്കുന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവൻ നിന്റെ അടുത്തേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട സമാധാനത്തിൽ നമ്മുടെ ശ്രുതിയും മീരയും കൂടിയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ കുറച്ചുകൂടി സ്വീറ്റ്സ് എടുത്തോന്നും പറഞ്ഞിട്ട് ആൻ്റണി നീട്ടുന്ന സമയത്ത്, അതെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളാം എന്നും പറഞ്ഞിട്ട് ആ സ്വീറ്റ്സ് മുഴുവനായിട്ട് അങ്ങ് മീര എടുക്കുകയാണ് കേട്ടോ. കാരണം അത്രയും ക്യാഷ് കൊടുത്തപ്പോൾ എന്തെങ്കിലും മുതലാക്കണ്ടേന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ. അങ്ങനെ ശ്രുതിയും മീരയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ആൻ്റണി ആണെങ്കിൽ ആൻ്റണിയുടെ ആ ഗോഡൗണിൻ്റെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നുണ്ട്. ആൻ്റണി നവീൻ ദാസ് കിടക്കുന്ന ആ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെല്ലുമ്പോഴേക്കും നവീൻ ദാസ് ആണെങ്കിൽ അവിടെ ഇരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൻ്റണി ചോദിക്കുന്നുണ്ട്, ആഹാ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നീ എന്താ ഇപ്പം ഇരുന്ന് ജ്യൂസ് കുടിക്കുവാണോന്നേ? പിന്നല്ലാതെ നിങ്ങൾ എന്നെ ചവിട്ടിക്കൂട്ടി ഒരു ഇഞ്ചം പരുവാക്കിയില്ലേ. എൻ്റെ ദേഹത്തെ ചതവുകളൊക്കെ പോകണമെങ്കിലേ നന്നായിട്ട് ഇനി ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് പറയാം. അപ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട്, അതെ അതെൻ്റെ പ്രശ്നമല്ല, അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവളുടെ രഹസ്യങ്ങളും ഒക്കെ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ അടി വാങ്ങിക്കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പതേ ഇത് കണ്ടില്ലേ, പണത്തിന് വേണ്ടിയിട്ട് നീ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് അവളുടെ പുറകെ ഇങ്ങനെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അവൾ നമ്മൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് പൈസ തന്നിട്ട് പോയെന്നും പറഞ്ഞ് ശ്രുതി കൊണ്ടുവന്ന ആ 2 ലക്ഷം രൂപ എടുത്ത് ഇങ്ങനെ നവീൻ ദാസിനെ കാണിക്കാം കേട്ടോ. ഇത് കാണുമ്പോൾ നവീനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുന്നേക്കുന്നുണ്ട്. അവള് പണം കൊണ്ടുവന്നോ? പിന്നല്ലാതെ ഇത് കണ്ടില്ലേ പിടയ്ക്കുന്ന നോട്ട് കേട്ട്. അവളെ ഇനി ഞാൻ എപ്പോൾ പണം ചോദിച്ചാലും കൃത്യസമയത്ത് അവൾ ഇവിടെ പണം കൊണ്ടെത്തിക്കും എന്ന് പറയണേ. ഇപ്പോഴേക്കും നവീൻ ചോദിക്കുന്നുണ്ട്, ആഹാ അവളാൾ കൊള്ളാമല്ലോ, എന്തായാലും അപ്പോൾ എൻ്റെ ഷെയറൊന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആൻ്റണി ആണെങ്കിൽ
അതെ, ഈക്വൽ ഷെയർ ഒന്നും ഏതായാലും ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 50,000 രൂപ എടുത്തിട്ട് നവീന് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നവീൻ്റെ മുഖം കാണുമ്പോഴത്തേക്കിനും എന്തായാലും നീ കുറെ ഇടിയൊക്കെ കൊണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് 50,000 രൂപയും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും 50-50 എടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, എന്തായാലും ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ പൈസയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരോട് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അപ്പൊ ആന്റണി പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി ഈ പണം ഉണ്ടല്ലോ ഒരു 2-3 മാസത്തേക്കിന് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. ബാക്കി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയുന്നുണ്ട്. എന്നാൽ നവീൻ പറയുന്നുണ്ട്, എന്തായാലും ബോസ് എനിക്ക് പണം തന്നിട്ട് നിങ്ങൾ എന്നെ ടൂറിന് അയക്കുന്ന ഈ കളി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനിയിപ്പോ അവിടെ പുറകെ ഇങ്ങനെ പണം ചോദിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ 1-2 മാസം ഞാൻ മാറി നിന്നോളാം. എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് ഒരു സിഗ്നൽ തന്നാൽ മതി. ഇനി പൈസ വേണ്ടപ്പോ ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കോളാം. ബാക്കി കളികളൊക്കെ ബോസ് നോക്കിക്കോന്നും പറഞ്ഞിട്ട് നവീൻ ദാസ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയുടെ ഡാൻസ് ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിയുടെ അമ്മ സാരിയൊക്കെ വിൽക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ വീടുകൾ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. അവര് വന്നിട്ട് ചന്ദ്രമതിനെ നല്ല സാരിയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ഭാമയുടെ കയ്യിൽ താൻ കൊടുത്ത പൈസ ഉണ്ടല്ലോ എന്ന് കരുതി നല്ല വില കൂടിയ സാരിയൊക്കെ നോക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭാമേ ആ പൈസ ഇങ്ങ് എടുത്തോന്ന് പറഞ്ഞിട്ട് ഭാമയോട് പൈസ എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭാമയാണെങ്കിൽ ആ പൈസ എടുക്കാൻ ചെല്ലുന്ന സമയത്താണ് ആ പൈസ അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്, ആ പൈസ അവിടെ ഇല്ല എന്ന് അറിയുന്നത്. അങ്ങനെ ഭാമ ആകെ ഞെട്ടിപ്പോണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയെ വിളിക്കുന്നുണ്ട്, ചന്ദ്രേ നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, ഇവിടെ ആ പൈസ കാണുന്നില്ല എന്ന് പറയാണേ. അപ്പോഴേക്ക് എന്താ ഭാമേ നീ എന്താ ഈ പറയുന്നത്? ഈ വീട്ടില് നീ അല്ലാതെ മറ്റൊരാളും ഇല്ല, പിന്നെ എങ്ങനെയാ പണം കാണാതെ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭാമയും ചന്ദ്രമതിയും ആകെ ടെൻഷനിലാവുകയാണ് കേട്ടോ. പണം എന്ത് ചെയ്യുന്ന കാണുന്നില്ലല്ലോ. എന്നാൽ നമ്മുടെ രേവതിയാണെങ്കിൽ സ്ഥിരമായിട്ട് ഭാമയുടെ വീട്ടിൽ പൂ വയ്ക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ദൈവങ്ങളുടെ ഫോട്ടോയുടെ മുമ്പിൽ പൂ രേവതിയാണ് സ്ഥിരമായിട്ട് കൊണ്ടുവെക്കുന്നത്. ഭാമയുടെ വീടായതുകൊണ്ട് തന്നെ ഭാമ രേവതിയോട് പറയും, നീ തന്നെ അകത്ത് കയറി വെച്ചേക്കുന്നേ. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ദിവസം രേവതിയാണെങ്കിൽ പൂ കൊടുക്കാൻ വരുന്ന സമയത്ത് ഒരു സാരി എങ്ങാണ്ട് അലമാരിക്കകത്തുണ്ട്, അതിങ്ങ് എടുത്തേ രേവതി എന്നും പറഞ്ഞിട്ട് രേവതിയെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഉള്ള ഒരു സമയത്താണ് അപ്പോൾ ചന്ദ്രമതി തറപ്പിച്ച് പറയുന്നുണ്ട്, ഭാമേ ഈ പൈസ മോഷ്ടിച്ചത് അവൾ തന്നെയാണ്, ആ പൂക്കാരി അല്ലാതെ മറ്റാരും മോഷ്ടിക്കില്ല എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിക്ക് ചന്ദ്രമതിയുടെ പണം കാണാതെ പോയി എന്ന് വീട്ടിൽ പോയി പറയാൻ പറ്റില്ല. കാരണം ചന്ദ്രമതി ഇത് മറ്റാരും അറിയാതെ സൂക്ഷിച്ചിരിക്കുന്ന പൈസയാണ്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ വീട്ടിലേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭാമയ്ക്ക് കോള് വിട്ടിട്ട് ചന്ദ്രമതി ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുന്നുണ്ട്, എന്താ ഭാമേ നിന്റെ വീട്ടിൽ നിന്ന് പണം മോഷണം പോയെന്നോ? അതും അത്ര വലിയൊരു തുകയോ? നിന്റെ വീട്ടില് ആരെടുക്കാനാ? അത് അവിടെ എങ്ങാനും കാണുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഭാമ പറയുന്നത് പോലെ മറുപടിയായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, രേവതിയോ? രേവതി അവിടെ സ്ഥിരമായിട്ട് പൂ തരാൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് അത് രേവതി എടുക്കണമെന്നില്ലല്ലോ, എന്തായാലും വേറെ ആരെങ്കിലും ആയിരിക്കും എടുത്തേന്നൊക്കെ ഇങ്ങനെ ഭാമ എല്ലാവരെയും കേൾപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ രേവതിനെ കള്ളിയാക്കാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സച്ചി പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കുന്നുണ്ട്. ദേ ഭാമേൻ്റെ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പൂ തരാൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് രേവതി ആ പണം മോഷ്ടിച്ചെന്നോ? ദേ രേവതിയെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അറിയുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാമേനെ ശരിക്കും അങ്ങ് പൊരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി. കാരണം ഭാമ ഇതൊന്നും അറിഞ്ഞതല്ല, ഭാമയുടെ പൈസയുമല്ല. രേവതിനെ ഒരിക്കലും ഭാമ കുറ്റം പറയുകയില്ല. എന്നാൽ ചന്ദ്രമതിക്ക് തിരിച്ചൊന്നും മറുപടി ഭാമയ്ക്ക് കൊടുക്കാനും ഇല്ലല്ലോ. അങ്ങനെ ലാസ്റ്റായിട്ട് സച്ചി പറയുന്നുണ്ട്, ദേ ഭാമേൻ്റെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അത് അമ്മയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് മാത്രം ഞാൻ ഭാമേൻ്റെക്ക് തരുന്ന ഒരു ബഹുമാനമുണ്ട്, അതിൻ്റെ പുറത്ത് പറയാണ്, നിങ്ങളുടെ പൈസ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി അത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, അല്ലാതെ ഇവിടെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ആവശ്യമില്ല. ബാക്കി ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് നേരിട്ട് കാര്യം പറഞ്ഞോളാമെന്നും പറഞ്ഞ് സച്ചി ഫോൺ അങ്ങ് ദേഷ്യപ്പെട്ട് വെക്കുകയാണേ. അങ്ങനെ സച്ചി ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും രേവതി
ഇങ്ങനെ കരയാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഓൾറെഡി ശരത്തിൻ്റെ ഒരു മോഷണ കേസിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമിച്ച് അപമാനം കൊണ്ടൊക്കെ നിൽക്കുകയാണല്ലോ. ഈ ഒരു സമയത്താണ് നമ്മുടെ രേവതിനെയും കള്ളിയാക്കിക്കൊണ്ട് ഇങ്ങനൊരു വാർത്ത വരുന്നത്. അങ്ങനെ രേവതി കരയുമ്പോൾ തന്നെ രവി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ കരയുന്നത്? വർഷ അപ്പോൾ പറയുന്നുണ്ട്, അതെ അങ്കിൾ, രേവതി ചേച്ചിയാണ് അവരുടെ പണം എടുത്തതെന്നും പറഞ്ഞിട്ട് രേവതി ചേച്ചീനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചില്ലേ, അതോർത്തിട്ടാണ് കരയുന്നതെന്നേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ദേ വർഷേ, ഈ ഭാമ ആൻറ്റി എന്തായാലും രേവതിയാണ് പണം മോഷ്ടിച്ചതെന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ചിലരാണ് രേവതിയുടെ മുമ്പിൽ രേവതിയുടെ തലയിൽ ആ തെറ്റ് കെട്ടിവെക്കാനായിട്ട് നോക്കുന്നതെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അതെ ഞാനല്ലെങ്കിലും രേവതി മോഷ്ടിച്ചെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഭാമ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഇവളുടെ ഫാമിലി ഒരു മോഷ്ടാക്കളുടെ ഫാമിലി അല്ലേ, അപ്പോൾ ഇവളായിരിക്കുമെന്നാണെന്ന്. പിന്നെ ഞാനങ്ങനെ സംശയിച്ചതിനകത്തും തെറ്റൊന്നും പറയാനില്ലല്ലോ എന്നും പറഞ്ഞിട്ട് രേവതിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോഴും രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ തന്നെ ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണെങ്കിലേ നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് മണ്ഡപത്തിൽ നിന്ന് 50 ലക്ഷം രൂപ, അച്ഛൻ്റെ 50 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയ നിങ്ങളുടെ മകന് എന്ത് പേരാ വിളിക്കേണ്ടതെന്നേ? അത് മാത്രമാണോ? രേവതിയുടെ സ്വർണം മുഴുവൻ അമ്മയും മോനും കൂടി എടുത്തുകൊണ്ട് പോയി വിറ്റിട്ട് അത് മുക്കുകൊണ്ടുമാക്കി തിരിച്ചു വെച്ച് കള്ളക്കളി മുഴുവൻ കളിച്ചില്ലേ? ആ നിങ്ങളുടെ കുടുംബത്തിനെ എന്താ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഈ കുടുംബമല്ലേ ഏറ്റവും വലിയ മോഷ്ടാക്കളുടെ കുടുംബം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രുതിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. കാരണം ആ പണം മോഷ്ടിച്ചത് ശ്രുതിയാണല്ലോ. എങ്ങനെയെങ്കിലും സച്ചി പിടിക്കുമോ എന്നുള്ളത് ശ്രുതിക്ക് അറിയാം. ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം വർഷയാണെങ്കിൽ ചന്ദ്രമതിയുടെ നേരെ ഒരു വരവ് വരുന്നുണ്ട്. അല്ലെങ്കിലും ആൻറ്റിക്ക് രേവതി ചേച്ചിനെ കാണുമ്പോൾ ഇച്ചിരി നാക്കിന് ചൊറിച്ചിൽ കൂടുതലാണ്. രേവതി ചേച്ചി എത്ര വീടുകളിൽ ദിവസങ്ങളോളം കയറി ഇറങ്ങി പൂ കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് എല്ലാ വീടുകളിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ട് വരുവാണോ? ദേ ആൻറ്റി, ഭാമ ആൻറ്റിയുടെ വീട്ടിൽ പൂ കെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ രേവതി ചേച്ചി പൂ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ രേവതി ചേച്ചിയുടെ പേരിൽ ബ്ലെയിം ചെയ്യില്ലെന്നും പറഞ്ഞ് ചന്ദ്രമതിക്കിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, അമ്മയുടെ ക്ലാസ്സിൽ കുറെ സ്റ്റുഡൻസ് വരാറില്ലേ അമ്മ, അവരെ ആരും സംശയിക്കാത്തത് എന്താണെന്നേ? എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ അവരെല്ലാവരും കല പഠിക്കാൻ വേണ്ടി വരുന്നവരാണ്. എന്തായാലും കല അഭ്യസിക്കാൻ വരുന്നവര് മോഷ്ടിക്കില്ല എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, ആഹാ അമ്മ കൊള്ളാമല്ലോ, ആ പുറത്തു നിന്ന് വരുന്ന അത്രയും കുട്ടികളെ അമ്മയ്ക്ക് വിശ്വാസമാണ്, എന്നാലും രേവതി ചേച്ചിനെ വിശ്വാസം ഇല്ലല്ലേ? അതിന് മറുപടിയായിട്ട് രവി പറയുന്നുണ്ട്, എടാ അതിപ്പോഴാണോ നിനക്ക് മനസ്സിലായത്? നിന്റെ അമ്മ ലോകത്തിലുള്ള ആദ്യം കാണുന്നവരെ പോലും വിശ്വസിക്കും, എന്നാൽ രേവതിനെ വിശ്വസിക്കില്ല. എന്താ ചന്ദ്രേ, നിനക്കിഷ്ടമില്ലാത്ത മരുമകളാണെന്നും പറഞ്ഞിട്ട് നിന്റെ വായിൽ തോന്നിയത് എന്തും പറയാമെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? ദേ നോക്കി രവിയേട്ടാ, എന്തായാലും ഞാൻ ഭാമയുടെ വീട്ടിൽ ഡാൻസ് ക്ലാസ് നടത്തുന്നത് 30 വർഷമായിട്ട് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ്. ഇന്ന് വരെ ആ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇല്ല. ഇപ്പോൾ അവളുടെ പൈസ കാണാതെ പോയതിന് പിന്നിൽ ഞാനാണ് സമാധാനം പറയേണ്ടത്. ദേ രവിയേട്ടാ, ഇവള് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് അങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ പറയുന്നു പറഞ്ഞിട്ട് ഭയങ്കര നാടകം കളിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി അവിടെ കിടന്ന്. ഈ സമയം രേവതി മറുപടി ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഇരുന്ന് കരയാണ് കേട്ടോ. സച്ചി പോയിട്ട് രേവതിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ദേ നോക്ക് ചന്ദ്രേ, മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ഇത്രയും വലിയ മക്കളെ മുമ്പിൽ നിൽക്കുന്നല്ലോ എന്ന് കരുതിയാണ് ഞാൻ ക്ഷമിച്ച് ജീവിക്കുന്നത്. നീ എന്താ പറഞ്ഞത്? അവള് പണം എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാനോ? നീ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ അവളുടെ സ്വർണം മുഴുവൻ ഊരി നിന്റെ കയ്യിൽ തന്നവളാണ്. എന്തിനു പറയുന്നു? അവൾക്ക് ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ താലി പോലും നിനക്ക് നീ പറഞ്ഞ ഒറ്റ വാക്കിന്റെ പേരിൽ ഊരി നിന്റെ കയ്യിൽ തന്നില്ലേ? സച്ചി മേടിച്ച് തന്നിട്ടല്ലാതെ സ്വർണം ഇടില്ലെന്ന് അവൾ ശപഥം ചെയ്തില്ലേ? എന്നിട്ട് ആ സ്വർണം മുഴുവൻ എടുത്തോണ്ട് പോയി വിറ്റത് നിന്റെ ഈ നിൽക്കുന്ന മോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രവി നന്നായിട്ട് ചന്ദ്രമതിക്കിട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദ്രമതി അപ്പോൾ പറയുന്നുണ്ട്, ദേ രവിയേട്ടാ, ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല.
ഇവള് വന്നു പോയതിന് ശേഷമാണ് അവിടെ നിന്ന് പണം കാണാതെ പോയിരിക്കുന്നത്. എന്തായാലും സച്ചിയോടും രേവതിയോടും കൂടിയിട്ട് ആ പണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അനിയനെ ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പണത്തിന് ആവശ്യം വന്നതല്ലേ. ഇപ്പോ പണത്തിന് ആവശ്യം വന്നെന്നും കരുതി മറ്റുള്ള വീട്ടിൽ കയറി പണമെടുക്കുന്നൊന്നും അത്ര നല്ല സ്വഭാവമല്ല. പിന്നെ കുടുംബ പാരമ്പര്യമായിട്ട് വരുമ്പോൾ അതറിയാതെ അങ്ങ് ചെയ്തു പോവും. എന്തായാലും അത് തെറ്റ് സമ്മതിച്ച് പണം തിരിച്ചു കൊടുത്താൽ പ്രശ്നം തീരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ. ഈ സമയം രവിയാണെങ്കിൽ ചന്ദ്രയുടെ നേരെ ഒരു പാഞ്ഞൊരു പോക്കുണ്ട് കേട്ടോ. കൈ മുട്ടു വെച്ചിട്ട് ചന്ദ്രയ്ക്കിട്ടൊരെണ്ണം കൊടുക്കാനുള്ള പോക്കാണ്. എന്നാൽ സച്ചിയും സുധിയും ഒക്കെ കൂടിയിട്ട് രവിനെ പിടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി ഉറക്കി അങ്ങ് കരയാൻ തുടങ്ങുന്നുണ്ട്. അയ്യോ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എൻ്റെ 3 മരുമക്കളിൽ 2 പേര് അന്തസ്സുള്ള കുടുംബങ്ങളിൽ നിന്ന് കോടീശ്വരന്മാരായിട്ട് കയറി വന്നു. ദേ ഇവിടെ ഒരു പൂ കെട്ടുന്നവളെ കൊണ്ട് വന്നിട്ട് ബാക്കിയുള്ളവർക്ക് സമാധാനമില്ലാതിരിക്കുക. നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ദേ ഇപ്പോൾ ഭാമയിൽ അത്രയും വലിയ പൈസ. ഞാനിനി എങ്ങനെ ഭാമയുടെ മുഖത്ത് നോക്കും? ഇവളെ കൊണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും നാശവും നാണക്കേടും ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഉറക്കെയിരുന്ന് കരയാട്ടോ. അപ്പോഴേക്ക് സുധി പോയിട്ട് അമ്മ എന്തിനാ കരയുന്നത്? അമ്മ കരയേണ്ട ഒരു കാര്യമില്ല. ഇവിടെ കരയേണ്ടവരൊക്കെ കണ്ണ് നീര് ഒഴുക്കി അങ്ങ് കരയട്ടെ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. വീണ്ടും ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്, ദേ ഇവരോട് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ പറയുന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ദേ സത്യത്തില് അച്ഛാ അവിടെ നിന്ന് ഇങ്ങനെ ഒരു പൈസ കാണാതെ പോയിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഒരു പൈസ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇവര് വെറുതെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് ഇവർക്ക് കാണത്തില്ലല്ലോ. ഇവരെന്തെങ്കിലുമൊക്കെ പഴി ചുമത്തുന്നതായിരിക്കും എന്ന് സച്ചി പറയാട്ടോ. ഈ സമയമാണ് നമ്മുടെ രവിയുടെ മനസ്സിലും ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. കാരണം എങ്ങനെയെങ്കിലും സച്ചിയും രേവതിയും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്നാണല്ലോ ചന്ദ്രമതി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ശരത്തിന്റെ പ്രശ്നം വന്നപ്പോഴും വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോയിട്ട് പോലും നമ്മുടെ സച്ചിയും രേവതിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ചന്ദ്രമതി പുതിയ തന്ത്രമായിട്ട് വന്നിരിക്കുന്നതാണെന്നാണ് രവി കരുതിയിരിക്കുന്നത്. രവിയപ്പ പറയുന്നുണ്ട്, മനസ്സിലായി ചന്ദ്രേ, ദേ ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? ഇവര് 2 പേരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണല്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിന്റെ ഭാമയുടെ വീട്ടില് കുറച്ച് ദിവസം താമസിച്ചിരുന്നത്? ഇപ്പോ അതും നടക്കില്ലെന്ന് കരുതി ഇപ്പോ പുതിയ തന്ത്രമായിട്ട് വന്നിരിക്കുകയാണല്ലേന്നേ. എന്നാ ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ടാ അതല്ല, അത് ഞാൻ പറഞ്ഞ കഥയല്ലല്ലോ. ഇത് ഭാമയുടെ പണം പോയത് ഭാമയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കരയാട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ദേ നോക്ക് ചന്ദ്രേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി പുതിയ എന്തൊക്കെ കഥ കൊണ്ട് വന്നാലും നിന്നെ ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ നിന്റെ മനസ്സിലിരിപ്പ് ഈ ജന്മത്തിൽ നടക്കുകയില്ല. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം സച്ചിയും രേവതിയും എൻ്റെ കൂടെ തന്നെ കാണുമെന്ന് ഇങ്ങനെ രവി പറഞ്ഞിട്ട് രവി ഭയങ്കര ദേഷ്യത്തിൽ അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. എന്നാൽ സച്ചിയും പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പൊ എന്തൊക്കെയായി വിളിച്ച് പറയുന്നത്? എന്തായാലും അച്ഛൻ ഒരുപാട് കാലം ഞങ്ങളുടെ കൂടെ തന്നെ ജീവിക്കും. എന്തായാലും അച്ഛൻ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ രേവതി, ഇവര് വായി തോന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞ് നീ അത് ഓർത്തു ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇങ്ങോട്ടേക്ക് വാന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ആകെ അങ്ങ് അയ്യടാന്നായി പോകുന്നുണ്ട്. കാരണം തൻ്റെ പണം കാണാതെ പോവുകയും ചെയ്തു. ഇനി അത് ആരോടും ഒന്നും പരാതിപ്പെട്ടിട്ടും കാര്യമില്ല. ഈ കഥ ആരും വിശ്വസിക്കുന്നുമില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആകെ അങ്ങ് ചമ്മി നാണം കെട്ടിയിരിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി. എന്നാൽ നമ്മുടെ സച്ചിയല്ലേ ആള്, എന്തായാലും ആ പണം നഷ്ടപ്പെട്ടത് ഉള്ളതാണോ എന്നറിഞ്ഞിട്ട് അതിൻ്റെ ഉറവിടം തപ്പി സച്ചി പോവുക തന്നെ ചെയ്യും. നമ്മുടെ ശ്രുതിയെ കൂട്ടുകയും ചെയ്യും കേട്ടോ. അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണും വരേക്കും. ബൈ.